നമ്മൾ ഇന്ന് ദേവികുളങ്ങര അമ്പലത്തിലെ ഉത്സവമാണ് കാണാൻ പോകുന്നത്.
കെട്ടുകാഴ്ച ചെയ്ത ക്ഷേത്ര മൈതാനം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭക്തിയാദരപൂർവം ഒന്നാം കരയുടെ ഭക്തജനങ്ങൾ കെട്ടി അനുകരിച്ച് ആദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ വേണ്ടി അമ്മയുടെ തിരുനാളായ അശ്വതി മഹോത്സവം ആചാരപ്രകാരം ആഘോഷിക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഒന്നാം കരയിലെ ഭക്തജനങ്ങൾ ഇതാ കെട്ടി അലങ്കരിച്ച് ആനയിച്ച് എഴുന്നള്ളിച്ച് അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ആ കെട്ടുകാഴ്ച എത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഇതാ ആ ചുണക്കുട്ടന്മാർ അവർ മുന്നോട്ട് പിടിക്കണമെന്ന് മുന്നോട്ട് കെട്ടുകാഴ്ച അറിയിക്കണമെന്ന് അറിയിക്കുകയാണ്. അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ആ കെട്ടുകാഴ്ച അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി മുന്നോട്ട് പിടിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏറാമേ പിടിക്കൂ, പിടിക്കൂ, ആ കെട്ടുകാഴ്ച മുന്നോട്ട് പിടിക്കൂ. അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങട്ടെ. അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഭക്തജനങ്ങൾ ഭക്തിയാദരപൂർവ്വം ഒന്നാം കരയുടെ ചുണക്കുട്ടന്മാർ കെട്ടി അലങ്കരിച്ചറിയിച്ച ഇതാ ഈ കെട്ടുകാഴ്ച ചെയ്ത അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മുന്നോട്ട് പിടിക്കൂ. അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഇതാ നമ്മുടെ ഭക്തജനങ്ങൾ ഒന്നാം കരയുടെ കെട്ടുകാഴ്ച ചെയ്ത അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ. അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങുന്ന ഒന്നാം കരയിലെ ഭക്തജനങ്ങൾക്കും ഒന്നാം കരയുടെ കെട്ടുകാഴ്ചയ്ക്കും അമ്മയുടെ ദർശനം നൽകിയിരിക്കുകയാണ്. ഒന്നുകൂടി മുന്നോട്ട് പിടിക്കൂ. മൂന്നാമത്തെ തവണ മുന്നോട്ട് പിടിക്കൂ. 3 പ്രാവശ്യം അമ്മയുടെ ദർശനം. നിർത്തട്ടെ, മാങ്കമ്പ് നിർത്തട്ടെ. ആർപ്പോ വിളിക്കൂ, എല്ലാരും ആർപ്പോ വിളിക്കൂ. ഒന്നിച്ചു വിളിക്കൂ. അമ്മേ നാരായണ. ഇതാ രണ്ടാം കരയുടെ കെട്ടുകാഴ്ച ക്ഷേത്ര സന്നിധിയിലെ ഗ്രൗണ്ടിനടുത്ത് നിൽക്കുകയോ. ഒന്നാം കരയുടെ കെട്ടുകാഴ്ച നമുക്ക് യഥാസ്ഥാനത്തേക്ക് നീക്കി വെക്കേണ്ടതാണ്. എല്ലാവരും ഒന്ന് പിടിച്ചു, ഒറ്റ ചേർന്ന് മുന്നോട്ട്. ഒരാളിന്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് യഥാസ്ഥാനത്തേക്ക് പിടിച്ചു നിർത്താം. അമ്മേ നാരായണ, ദേവി നാരായണ. ഇത് നമ്മുടെ രണ്ടാം കരയുടെ കെട്ടുകാഴ്ച. രണ്ടാം കരയിലെ ഭക്തജനങ്ങൾ ഭക്തിയാദരപൂർവ്വം കെട്ടി അലങ്കരിച്ചാനയിച്ച മൃതങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അന്നദാനം നടത്തിക്കൊണ്ട് രണ്ടാം കരയുടെ ഭക്തജനങ്ങൾ കെട്ടി അലങ്കരിച്ചാനയിച്ച അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കെട്ടുകാഴ്ച ക്ഷേത്ര ഗ്രൗണ്ടിനടുത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒന്നാം കരയുടെ കെട്ടുകാഴ്ച യഥാസ്ഥാനത്ത് നീങ്ങിയിരിക്കുകയാണ്. ആ പുതുപ്പക്കൽ തെക്ക് ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള നേർച്ചയായി വന്നിട്ടുള്ള കെട്ടുകാഴ്ചയാണെങ്കിൽ അത് പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് കിടക്കണം. രണ്ടാം കരയുടെ കെട്ടുകാഴ്ച ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ വന്നിട്ടുള്ള കെട്ടുകാഴ്ച നേർച്ചയായി വന്നിട്ടുള്ള കെട്ടുകാഴ്ചയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ദേവിയുടെ സന്നിധിയിലേക്ക് എഴുന്നള്ളിക്കണം. അമ്മേ നാരായണ, ദേവി നാരായണ. യുവജന വേദിയുടെ കെട്ടുകാഴ്ച പുതുപ്പള്ളി തെക്ക് യുവജന വേദിയുടെ കെട്ടുകാഴ്ചയാണെന്ന് എത്രയും പെട്ടെന്ന് യുവജന വേദിയുടെ കെട്ടുകാഴ്ച ചെയ്ത് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് തെക്കേ ആഞ്ഞിലിമുട്ടിലെ യുവജന വേദി ഭഗവതിക്ക് സമർപ്പിക്കുവാൻ വേണ്ടി കെട്ടിയലങ്കരിച്ചാനയിച്ച കെട്ടുകാഴ്ച നേർച്ചയായി കെട്ടിയലങ്കരിച്ചാനയിച്ച കെട്ടുകാഴ്ച ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്.
നിങ്ങൾ മുന്നോട്ട് വരൂ. രണ്ടാം കരയുടെ കെട്ടുകാഴ്ച കയറണം. അതുകൊണ്ട് യുവജന വേദിയുടെ ചുണക്കുട്ടന്മാർ കെട്ടിയലങ്കരിച്ചാനയിച്ച് ഭക്തിയാദരപൂർവ്വം കെട്ടിയലങ്കരിച്ചാനയിച്ച കെട്ടുകാഴ്ച ഇതാ പുതുപ്പള്ളി തെക്ക് കരയിൽ നിന്നും യുവജന വേദി ഭക്തിയാദരപൂർവ്വം കെട്ടിയലങ്കരിച്ചാനയിച്ച് ഭഗവതിക്ക് സമർപ്പിക്കാൻ വേണ്ടി എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച ഇതാ ഭഗവതിയുടെ തിരുസന്നിധിയിലേക്ക് തിരുനടയിലേക്ക് അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഇതാ മുന്നോട്ട് നീങ്ങുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ വിളിക്കൂ. വിളിക്കൂ. ആവേശത്തോടുകൂടി മുന്നോട്ട് നീങ്ങട്ടെ. അമ്മയ്ക്ക് അമ്മയുടെ തിരുദർശനത്തിലേക്ക് പുതുപ്പള്ളി തെക്കുകരയിൽ നിന്നും യുവജന വേദി കെട്ടി അലങ്കരിച്ച് ആനയിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച ഇതാ അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങുകയാണ്. ഇതാ അമ്മയുടെ തിരുമുന്നിൽ അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി യുവജന വേദിയുടെ കെട്ടുകാഴ്ച ഇതാ അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാ 3 തവണ മുന്നോട്ടെടുക്കൂ. ആവേശത്തോടുകൂടി ആർപ്പ് വിളിച്ചുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വിളിക്കും. അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങിയാൽ നിങ്ങൾക്ക് യഥാസ്ഥാനത്ത് നിർത്തിയിരിക്കേണ്ടതാണ്. ആരും ആർപ്പ് വിളിക്കുന്നില്ല. അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചിട്ട് എല്ലാവരും ആർപ്പ് വിളിക്കൂ. ഒന്നിച്ച് വിളിക്കൂ. പെട്ടെന്ന് വിളിക്കും. അമ്മേ നാരായണ. ആവേശത്തോടുകൂടി അതേ പുതുപ്പള്ളി തെക്കുകരയുടെ കെട്ടുകാഴ്ച ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒന്നാം കരയുടെ കെട്ടുകാഴ്ചയും ദിവസങ്ങളോളം അന്നദാനം നടത്തിയ കെട്ടുകാഴ്ച ഒന്നാം കരയുടെ കെട്ടുകാഴ്ച ഇതാ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ കരയിൽ നിന്ന് യുവജന വേദി കെട്ടിയലങ്കരിച്ച് ആനയിച്ച കെട്ടുകാഴ്ചയും ഇതാ ക്ഷേത്രത്തിലെ അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങിക്കൊണ്ട് യഥാസ്ഥാനത്തേക്ക് നീങ്ങി നിൽക്കുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ. നമുക്ക് രണ്ടാം കരയുടെ കെട്ടുകാഴ്ച ഇതാ ഭക്തിയാദരപൂർവ്വം അമ്മയുടെ തിരുദർശനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി അമ്മ ഓരോ ഭക്തരുടെ വീട്ടിലും അമ്മയുടെ തിരുനാളായ അശ്വതി മഹോത്സവത്തിന് വേണ്ടി നമ്മളെ ക്ഷണിക്കുവാൻ പറയെടുത്തുകൊണ്ട് നമ്മളെ ക്ഷണിച്ച അമ്മയുടെ ആ ഉത്സവ നാളായ അശ്വതി മഹോത്സവത്തിലേക്ക് ഇതാ നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയ്ക്ക് കാഴ്ചവെക്കുവാൻ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കെട്ടുകാഴ്ചയുമായി ഇതാ രണ്ടാം കരയിലെ കെട്ടുകാഴ്ചയും ഇതാ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഇതാ ഭക്തിയാദരപൂർവ്വം അന്നദാനം നടത്തി ഭക്തിയാദരപൂർവ്വം കെട്ടിയലങ്കരിച്ച് ആനയിച്ച് ഇതാ വാദ്യമേളങ്ങളുടെ അഴകമ്പടിയോടുകൂടി ഇതാ രണ്ടാം കരയുടെ കെട്ടുകാഴ്ച ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ. അതെ, ഇതാ രണ്ടാം കരയിലെ ഭക്തജനങ്ങൾ, രണ്ടാം കരയിലെ ചുണക്കുട്ടന്മാർ ദിവസങ്ങളോളം വ്രതമനുഷ്ഠിച്ച് അമ്മയുടെ തിരുനാളായ അശ്വതി മഹോത്സവത്തിന് അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ വേണ്ടി ഇതാ കെട്ടിയലങ്കരിച്ചാനയിച്ച് ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അതാ കെട്ടുകാഴ്ച ഇതാ ക്ഷേത്ര മൈതാനത്തിലേക്ക് ഇറക്കുകയാണ്. ഭക്തിയാദരപൂർവ്വം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ചമയവിളക്കിന്റെ ഭംഗിയോടുകൂടി ചമയവിളക്കിന്റെ അകമ്പടിയോടുകൂടി ഇതാ രണ്ടാം കരയിലെ ഭക്തജനങ്ങൾ ഭക്തിയാദരപൂർവ്വം കെട്ടിയലങ്കരിച്ചാനയിച്ച് ഇതാ ഭഗവതിക്ക് സമർപ്പിക്കുവാൻ വേണ്ടി ഇതാ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഇനി എല്ലാവരും കൂടി ചേർന്ന് ആ കരയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ കെട്ടിയലങ്കരിച്ച് ആനയിച്ച് അന്നദാനങ്ങൾ നടത്തി ഭക്തിയാദരയോടുകൂടി ചമയവിളക്കിന്റെ അകമ്പടിയോടുകൂടി എല്ലാ കരകളിലും അമ്മയുടെ 6 കരകളിലും അന്നദാനം നടത്തിയിട്ടാണ് എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മുടെ നാട്ടുകാർക്ക് അന്നം കൊടുത്തിട്ടാണ് അമ്മയ്ക്ക് അമ്മയുടെ തിരുവുത്സവത്തിന് കെട്ടുകാഴ്ച
കെട്ടുകാഴ്ച അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ വേണ്ടി നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രാമദേവതയുടെ ജന്മനാളായ അശ്വതി മഹോത്സവം ആഘോഷപൂർവ്വം കൊണ്ടാടാൻ നമ്മൾ ഭക്തിയാദരപൂർവ്വം കെട്ടി അലങ്കരിച്ച് ആനയിച്ച കെട്ടുകാഴ്ച ഇത് രണ്ടാക്കരയുടെ കെട്ടുകാഴ്ച അമ്മയുടെ തിരുദർശനത്തിലേക്ക് ഇതാ മുന്നോട്ട് നീങ്ങുകയാണ് നീങ്ങട്ടെ ആവേശത്തോടുകൂടി പിടിക്കൂ ആവേശത്തോടുകൂടി പിടിക്കൂ ശകലോടുകൂടി മുന്നോട്ട് നീക്കാം നിക്കട്ടെ അമ്മേ നാരായണ ദേവി നാരായണ ഇതാ രണ്ടാം കരയിലെ ഭക്തജനങ്ങൾ ഭക്തി ആദരപൂർവ്വം കെട്ടി അലങ്കരിച്ച് ആനയിച്ച് ദേവികുളങ്ങര ഭഗവതിക്ക് സമർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച ചെയ്ത അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി അമ്മയുടെ തിരു മുന്നിൽ ഒന്നുകൂടി തിരിയും ഒന്നുകൂടി തിരിയണം അമ്മേ നാരായണ ദേവി നാരായണ രണ്ടാം കരയുടെ ഭാഗത്ത് തോന്നിയിട്ടുള്ള ചെറിയ ഫ്ലോട്ടുകൾ കൂടി ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരേണ്ടതാണ്. എല്ലാവരും ഒന്നിച്ച് ഒന്നുകൂടി നീക്കാൻ പറ്റും, ഒന്നുകൂടി തിരിക്കാൻ പറ്റും, ആർപ്പ് വിളിച്ച് ഒന്നുകൂടി തിരിക്കാൻ പറ്റും. പ്രവേശത്തേക്കുന്നവരെല്ലാവരും കൂടി ഒന്നുകൂടി സഹായിച്ചാൽ ഒന്നുകൂടി തിരിക്കാം. ഒന്നിച്ച് പിടിക്കും. കുഴപ്പമില്ല കൊള്ളാം. അമ്മേ നാരായണ ദേവി നാരായണ ഭക്തജനങ്ങളെ രണ്ടാം കരയുടെ കെട്ടുകാഴ്ച ചെയ്ത അമ്മയുടെ തിരുദർശനത്തിലെത്തിച്ച് അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയാണ്. അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് യഥാസ്ഥാനത്തേക്ക് രണ്ടാം കരയുടെ കെട്ടുകാഴ്ചയെ നീക്കി വയ്ക്കുന്നതാണ്. കയറി മുന്നിലേക്ക് കൊടുക്കൂ. ആവേശത്തോടുകൂടി മുന്നിലേക്ക് പിടിക്കണം. അമ്മയുടെ തിരുദർശനത്തിലേക്ക് എത്തിക്കണം. അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഇതാ രണ്ടാം കരയുടെ കെട്ടുകാഴ്ച ചെയ്ത അമ്മയുടെ തിരുസന്നിധിയിലേക്ക് രണ്ടാം തവണ എത്തിക്കുകയാണ്. പിടിക്കോ. മുന്നോട്ട് വരട്ടെ. നിക്കട്ടെ. അവിടെ നിക്കട്ടെ. അമ്മയുടെ ദർശനം രണ്ടാം തവണയും രണ്ടാം കരയുടെ കെട്ടുകാഴ്ച അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇതാ പുതുപ്പള്ളി വടക്കുകരയിലെ ചുണക്കുട്ടന്മാർ കെട്ടിയലങ്കരിച്ച് ആനയിച്ച മഹാദേവന്റെ ഫ്ലോട്ടോടുകൂടിയ കെട്ടുകാഴ്ച ചെയ്ത ക്ഷേത്ര സന്നിധിയിലേക്ക് കടക്കുകയാണ്. അമ്മയുടെ തിരുസന്നിധിയിലേക്ക് കടക്കുകയാണ്. തന്നിട്ടുള്ള സ്ഥലങ്ങളിൽ എത്രയും പെട്ടെന്ന് ദർശനം നടത്തണം. കുളത്തിന്റെ തെക്ക് ഭാഗത്ത് പടിഞ്ഞാറേ അറ്റം തെക്കോട്ട് ദർശനമായിട്ട് ആ ഫ്ലോട്ട് നിർത്തേണ്ടതാണ്. നാലാക്കരയുടെ കെട്ടുകാഴ്ച ചെയ്ത ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രയാർ വടക്കുകരയിലെ ഭക്തജനങ്ങൾ ഭക്തിയാദരപൂർവ്വം ആവേശത്തോടുകൂടി അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച ചെയ്ത നമ്മൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാലാക്കരയുടെ കെട്ടുകാഴ്ച ദേവിക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. പ്രയാർ വടക്കുകരയുടെ ചുണക്കുട്ടന്മാർ കെട്ടി അലങ്കരിച്ച് ആനയിച്ച ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന കെട്ടുകാഴ്ച ചെയ്ത വടക്ക് കൊച്ചുമുറി അഞ്ചാകരയുടെ കെട്ടുകാഴ്ച ഇതാ നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭക്തിയാദരപൂർവം അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ വേണ്ടി ആ നാലാകരയുടെ കെട്ടുകാഴ്ച അമ്മയുടെ ദിവസങ്ങളോട് വൃതാനുഷ്ഠാനത്തോടുകൂടി അന്നദാനം നടത്തി ഭഗവതിയുടെ തിരുനടയിൽ ഭഗവതിക്ക് സമർപ്പിക്കാൻ വേണ്ടി അഞ്ചാക്കരയായ വടക്കു കൊച്ചുമുറിക്കരയിലെ ചുണക്കുട്ടന്മാർ കെട്ടി അലങ്കരിച്ച് ആനയിച്ച
ഭഗവതിക്ക് സമർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ചയിൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആരാധനയുടെ കെട്ടുകാഴ്ച ഭഗവതിക്ക് സമർപ്പിച്ചതിന് ശേഷം യഥാസ്ഥാനത്തേക്ക് നീക്കി വയ്ക്കണമെന്ന് അറിയിക്കുകയാണ്. ആരാധനയുടെ കെട്ടുകാഴ്ച അമ്മയുടെ തിരുസന്നിധിയിലേക്ക് അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങിയതിനു ശേഷം യഥാസ്ഥാനത്തേക്ക് നീക്കി നിർത്തണമെന്ന് അറിയിക്കുകയാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വടക്കു കൊച്ചുമുറിക്കരയായ അഞ്ചാം കരയുടെ ചുണക്കുട്ടന്മാർ കെട്ടി അലങ്കരിച്ചാരയിച്ചു പറ്റി ആദരപൂർവ്വം അമ്മയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടി എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ചയിൽ നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങുവാൻ വേണ്ടി അഞ്ചാം കരയുടെ ചുണക്കുട്ടന്മാർ കെട്ടി അലങ്കരിച്ചാരയിച്ച കെട്ടുകാഴ്ചയിൽ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അന്നദാനങ്ങൾ നടത്തി ഭക്തിയാദരവോടുകൂടി ദിവസങ്ങളോട് വ്രതാനുഷ്ഠാനത്തോടുകൂടി അമ്മയുടെ മുമ്പിൽ അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ വടക്കു കൊച്ചുമുറിക്കരയായ അഞ്ചാം കരയുടെ ഭക്തജനങ്ങൾ ഭക്തിയാദരപൂർവ്വം കെട്ടിയലങ്കരിച്ചാരയിച്ച ചെയ്ത നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുന്നോട്ട് പിടിക്കാം, മുന്നോട്ട് പിടിക്കാം. അഞ്ചാം കരയുടെ കെട്ടുകാഴ്ച മുന്നോട്ട് പിടിക്കാം, മുന്നോട്ട് പിടിക്കാം. ഭഗവതിയുടെ ദർശനത്തിന് വേണ്ടി ഭഗവതിയുടെ സന്നിധിയിലേക്ക് മുന്നോട്ട് നീങ്ങാം. കൈരളി യുവജനവേദിയുടെ കെട്ടുകാഴ്ചയാണ് അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. യഥാസ്ഥാനത്തേക്ക് നീക്കി വയ്ക്കണമെന്ന് അറിയിക്കുകയാണ്. വടക്ക് ഭാഗത്ത് വന്ന കൈരളി യുവജന വേദിയുടെ ചുണക്കുട്ടന്മാർ സ്വന്തമായി കെട്ടിയലങ്കരിച്ചാനയിച്ച കെട്ടുകാഴ്ച ചെയ്ത ദേവിയുടെ ദർശനം കഴിഞ്ഞതിന് ശേഷം യഥാസ്ഥാനത്തേക്ക് നീക്കി കുളത്തിന് തെക്ക് ഭാഗത്ത് തെക്കോട്ട് ദർശനമായിട്ട് പടിഞ്ഞാറ് രണ്ടാമതായി ഇതാ അഞ്ചാം കരയുടെ കെട്ടുകാഴ്ച ചെയ്ത ഭഗവതിയുടെ ദർശനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അഞ്ചാം കരയിലെ ചുണക്കുട്ടന്മാർ കെട്ടിയലങ്കരിച്ചാനയിച്ച കെട്ടുകാഴ്ച ഒന്നിച്ചു പിടിക്കോ. ഒന്നിച്ച് ആർപ്പ വിളിക്കണം. അഞ്ചാം കരയിലെ ചുണക്കുട്ടന്മാർ കെട്ടി അലങ്കരിച്ചാനയിച്ച് ഭഗവതിക്ക് സമർപ്പിക്കുവാൻ വേണ്ടി എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച ചെയ്ത ഭഗവതിയുടെ ദർശനത്തിനായി അമ്മയുടെ തിരുമുൻപിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി പിന്നിലേക്ക് കയറി കൊടുക്കൂ, പിന്നിലേക്ക് കയറി കൊടുക്കൂ, പിന്നിലേക്ക് കയറി കൊടുക്കൂ. മൂന്ന് പ്രാവശ്യം അത് 3 പ്രാവശ്യം അമ്മയ്ക്ക് ദർശനം അമ്മയുടെ ദർശനത്തിലേക്ക് 3 പ്രാവശ്യം കെട്ടുകാഴ്ചയെ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തിക്കേണ്ടതാണ്. കയറി പിന്നിലേക്ക് കൊടുക്കൂ, പിന്നിലേക്ക് പിടിക്കൂ, ആർപ്പോ വിളിക്കൂ, ആവേശത്തോടുകൂടി പിടിക്കൂ, ആർപ്പോ വിളിക്കൂ. അഞ്ചാക്കരയുടെ ചുണക്കുട്ടന്മാർ കെട്ടി അലങ്കരിച്ചാനയിച്ച് ഭഗവതിക്ക് നിൽക്കട്ടെ. ഇനി കയറി മുന്നിലേക്ക് കൊടുക്കൂ. ആവേശത്തോടുകൂടി വടക്ക് കൊച്ചുമുറിക്കരയായ അഞ്ചാം കരയിലെ ചുണക്കുട്ടന്മാർ കെട്ടി അലങ്കരിച്ചാനയിച്ച് ഭഗവതിക്ക് സമർപ്പിക്കാൻ എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച ചെയ്ത ദേവി സമക്ഷത്തിൽ എത്തിച്ചിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും അമ്മേ നാരായണ ദേവി നാരായണ, അമ്മേ നാരായണ ദേവി നാരായണ. എല്ലാ ഭക്തജനങ്ങളും അമ്മയ്ക്കൊരുപോലെയാണ്. അമ്മയുടെ തിരുസന്നിധിയിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങളും അമ്മയ്ക്കൊരുപോലെയാണ്. നമ്മൾ ഭക്തി ആദരപൂർവ്വം ആവേശത്തോടുകൂടി നിൽക്കട്ടെ. അവിടെ നിർത്തൂ. നോക്കി പിടിക്കണം. മുകളിൽ മാർഗമുണ്ട്, മുകളിൽ നോക്കി പിടിക്കണം. ഒന്നുകൂടെ കയറി പിന്നിലേക്ക് കൊടുക്കൂ. ഏതാ നമ്മുടെ തെക്ക് കൊച്ചുമുറിക്കരയായ ആറാം കരയിലെ ചുണക്കുട്ടന്മാർ ഭക്തിയാദരപൂർവ്വം കെട്ടി അലങ്കരിച്ചാനയിച്ച് ഭഗവതിക്ക് സമർപ്പിക്കാൻ എത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയുടെ തിരുമുൻപിൽ എത്തിച്ചിരിക്കുകയാണ്. ആറാം കരയാകുന്ന തെക്ക് കൊച്ചുമുറിക്കരയിലെ കെട്ടുകാഴ്ച ക്ഷേത്രത്തിലെ ക്ഷേത്ര കവാടത്തിലെത്തി നിൽക്കുകയാണ്. മുന്നോട്ട് പോട്ടെ. നിൽക്കട്ടെ. ആർപ്പ വിളിക്കൂ.
അഞ്ചാം കരയുടെ കെട്ടുകാഴ്ച വെക്കേണ്ട യഥാസ്ഥാനത്തേക്ക് ആ കെട്ടുകാഴ്ച നീക്കി വയ്ക്കുവാൻ അമ്മയുടെ നാമധേയത്തിൽ അറിയിക്കുകയാണ്. ആ ഭാഗത്തേക്കുള്ള ഭക്തജനങ്ങൾ ഒന്ന് ഒഴിഞ്ഞു നിൽക്കണം. ആ മേളക്കാർ ആ ഫോർട്ടിന്റെ കൂടി വന്നിട്ടുള്ള പ്രയാർ ഭാഗത്തെ ബാലാക്കരയുടെ ആ പ്രയാർ ഭാഗത്തെ ആ മേളം അവരെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണം. അവിടെ അഞ്ചാം കരയുടെ കെട്ടുകാഴ്ച വെക്കേണ്ട ഭാഗത്തേക്ക് അവിടെ ആളുകളൊന്ന് ഭക്തജനങ്ങളൊന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഒരാളിന്റെ നിർദ്ദേശമനുസരിച്ച് പിടിക്കണം. ഒരാളിന്റെ നിർദ്ദേശമനുസരിച്ച് പിടിക്കണം. ഒരാളിന്റെ നിർദ്ദേശമനുസരിച്ച് പിടിക്കണം. ആ പൊക്കി നീക്കണമെങ്കിൽ പൊക്കി നീക്കണം. പൊക്കി നീക്കണമെങ്കിൽ പൊക്കി നീക്കണം. ആ യഥാസ്ഥാനം നമ്മുടെ യഥാസ്ഥാനത്തേക്ക് നീക്കി വയ്ക്കണം. ആ അഞ്ചാം കരയുടെ ചുണക്കുട്ടന്മാർ, വടക്ക് കൊച്ചുമുറിക്കരയിലെ ചുണക്കുട്ടന്മാർ കെട്ടി അലങ്കരിച്ച് ആനയിച്ചെത്തിച്ചിട്ടുള്ള കെട്ടുകാഴ്ച ചെയ്ത് ഭഗവതിയുടെ തിരുസന്നിധിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഭഗവതിക്ക് സമർപ്പിക്കുവാൻ വേണ്ടി, അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ വേണ്ടി അമ്മയ്ക്ക് സമർപ്പിക്കുവാൻ ഒരുപോലെ ഭക്തിയാദരവോടുകൂടി വൃതാനുഷ്ഠാനത്തോടുകൂടി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അന്നദാനം നടത്തി ഇതാ അഞ്ചാം കരയിലെ ചുണക്കുട്ടന്മാർ ഇതാ ക്ഷേത്ര സന്നിധിയിലേക്ക് ഭഗവതിക്ക് സമർപ്പിക്കുവാൻ ഭഗവതിയുടെ തിരുസന്നിധിയിലേക്ക് ഇതാ കെട്ടുകാഴ്ച എത്തിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ സ്ഥലത്ത് അവർ വെക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. രണ്ടാം കര കഴിയുമ്പോൾ മൂന്നാം കരയുടെ കെട്ടുകാഴ്ച വെക്കാനുള്ള സ്ഥലം കൊടുക്കണം. കെട്ടുകാഴ്ച ചെയ്ത് ദേവി സമക്ഷത്തെത്തിച്ച് ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയാണ്. നിങ്ങൾ പിന്നിലോട്ട് പിടിച്ച് ആ കുതിര പെട്ടെന്ന് ഉള്ള സ്ഥലത്തൂടെ നിങ്ങള് ആ സ്ഥലത്തൂടെ കയറി വരാൻ പാടില്ലായിരുന്നു. കയറിപ്പോയി പെട്ടെന്ന് നിങ്ങൾ ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി നിങ്ങളെ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റി നിർത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ കരകളുടെ കെട്ടുകാഴ്ചകൾ വയ്ക്കാൻ പറ്റുന്നുള്ളൂ. നമുക്കറിയാം, ഈ വർഷത്തെ ഉത്സവത്തിന് കെട്ടുകാഴ്ചകൾ ഓരോ സ്ഥലത്തു നിന്നും അധികമായി വന്നിട്ടുണ്ട്. കരകളിൽ നിന്ന് അല്ലാതെ നേർച്ചകളായിട്ടുള്ള കെട്ടുകാഴ്ചകൾ എണ്ണത്തിൽ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് എല്ലാവരും സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ഥലത്ത് വെക്കാൻ സാധിക്കൂ. ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. തിരക്ക് കൂടുതലായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ കെട്ടുകാഴ്ചകൾ പിടിക്കുവാൻ. ആരാധനയുടെ കെട്ടുകാഴ്ച ദേവിയുടെ സമക്ഷത്തേക്ക് രണ്ടു പ്രാവശ്യം കൂടെ മുന്നോട്ട് എടുക്കണം. പുറകോട്ട് പിടിക്കൂ. പുറകോട്ട് പിടിച്ച് രണ്ടു പ്രാവശ്യം മുന്നോട്ട് നീക്കൂ. ഇത് നീങ്ങണോ? ഇതൊക്കെ നീക്കും. അഞ്ചാം കരയുടെ കെട്ടുകാഴ്ച വയ്ക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അവിടെ ഫ്ലോട്ടുകൾ വന്നതുകൊണ്ടാണ് വടക്ക് കൊച്ചുമുറി കരയുടെ കെട്ടുകാഴ്ച പെട്ടെന്ന് നീക്കാം. നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് വേണം നീക്കാൻ. അഞ്ചാം കരയുടെ കെട്ടുകാഴ്ച യഥാസ്ഥാനത്ത് വെക്കുവാൻ വേണ്ടി മുന്നോട്ട് പിടിക്കുകയാണ്. അത് ആറാം കരയുടെ ചുണക്കുട്ടന്മാരെ കൂടി സഹായിക്കണം. നിങ്ങളെ കൂടി സഹായിച്ച കെട്ടുകാഴ്ച യഥാസ്ഥാനത്ത് വെക്കാൻ സഹായിക്കൂ. എല്ലാവരും കൂടി സഹായിക്കൂ. അഞ്ചാം കരയുടെ കെട്ടുകാഴ്ച അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങിയതിനു ശേഷം യഥാസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. രണ്ടാം കര കഴിഞ്ഞ് മൂന്നാം കര കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് അഞ്ചാം കരയുടെ കെട്ടുകാഴ്ച വെക്കേണ്ട സ്ഥലം. അതിലെ അച്ഛോ നോക്കി വെക്കണേ. യഥാർത്ഥ സ്ഥലം നോക്കിയിട്ട് യഥാർത്ഥ ഭാഗത്തേക്ക് നീക്കി വയ്ക്കൂ. ആ കുതിരയെ ഭഗവതിക്ക് സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള സ്ഥലത്തേക്ക് നീക്കി വയ്ക്കണം. അഞ്ചാം കരയുടെ കെട്ടുകാഴ്ച നിലയുറപ്പിച്ചതിന് ശേഷം ആ പിന്നിലേക്ക് മാറി നിൽക്കും ഭക്തജനങ്ങൾ. ആറാം കരയുടെ കെട്ടുകാഴ്ച ഭഗവതിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട്
തെക്കു ഒച്ചുമുറിക്കരയിലെ ചുണക്കുട്ടന്മാർ കെട്ടിയിലങ്കരിച്ച് ആനയെ ചെത്തിച്ചിട്ടുള്ള കെട്ടുകാർ ചെയ്ത ഭഗവതിയുടെ മുന്നിലേക്ക് സമർപ്പിക്കായി ആ മുന്നിൽ തിരിച്ചു കൊടുത്തു. ഒന്ന് തിരിക്കോ. ആ കുതിര ഒന്ന് പിന്നോട്ട് പോയിക്കോട്ടെ. സുജിത്തെ, ആ കുതിര പിന്നോട്ട് പോയിക്കോട്ടെ. സുജിത്തെ, ആ കുതിര ഒന്ന് പിന്നോട്ട് പോയിക്കോട്ടെ. ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം എല്ലാവരും എല്ലാ കെട്ടുകാഴ്ചകളും ഭഗവതിക്ക് ഒരുപോലെയാണ്. എല്ലാ കെട്ടുകാഴ്ചകളും അമ്മയ്ക്ക് തുല്യമാണ്. എല്ലാവരും ഭഗവതിക്ക് തുല്യരാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം എല്ലാ കെട്ടുകാഴ്ചകളോടും ഉണ്ടാവണം.